മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനമൊരുങ്ങി. തിങ്കളാഴ്ച പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി. സന്നിധാനത്തിന് ബിംബശുദ്ധ ക്രിയകൾ നടക്കും. ലാഹയിലെത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്ര ലാഹാസത്രത്തിൽ തങ്ങിയ ശേഷം തിങ്കളാഴ്ച പ്രയാണം ആരംഭിച്ച് സന്നിധാനത്തെത്തും. ദിവ്യജ്യോതി ദർശിക്കാൻ സന്നിധാനത്തും പരിസരത്തും ഭക്തജന പ്രവാഹമാണ്. ഭക്തർ മലയിറങ്ങാതെ സന്നിധാനത്ത് തുടരുകയാണ്. 2 ലക്ഷത്തോളം ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തൽ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അവസാനഘട്ട വിലയിരുത്തലുകളും നടത്തി. മകരജ്യോതി ദർശിക്കാൻ 10 പോയിന്റുകളാണുള്ളത്. ഇവിടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ന്യൂസ്, പത്തനംതിട്ട. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ. പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജുവലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജുവലറി, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.